ഓൺ ചെയ്ത് ഇരിക്കാൻ പറ്റുന്ന ആളുകൾ ആ രീതിയിൽ തന്നെ ഇരിക്കുക. ക്യാമറ ഓൺ ചെയ്തിരിക്കുമ്പോൾ നിങ്ങളുടെ ലിസണിങ്ങിന്റെ അളവ് കൂടും എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. നിങ്ങളുടെ മനസ്സിലേക്ക് അത് ഇറങ്ങാൻ കൂടുതൽ സഹായകരമായിട്ട് മാറും. ഒരു അമ്മയും മകളും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു ചെറിയൊരു സംസാരമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. വീട്ടില് ആപ്പിള് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആപ്പിള് വാങ്ങി അതിൽ 2 എണ്ണവും മകളെ കയ്യിലാണ് ഉള്ളത്. അമ്മ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതിൽ ഈ 2 എണ്ണത്തിൽ ഓരോരുത്തർക്ക് കഴിക്കാമെന്നുള്ള ഒരു ധാരണയിലാണ് ഉള്ളത്. എന്നാൽ മകൾ ആദ്യത്തെ ആപ്പിള് കടിക്കുന്നു. അപ്പൊ അമ്മ പ്രതീക്ഷിക്കുകയാണ് രണ്ടാമത്തത് അമ്മക്ക് കിട്ടുമെന്ന്. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് തന്നെ മകൾ 2ാമത്തെ ആപ്പിളും കടിക്കുകയാണ്. അപ്പൊ അമ്മ വിചാരിക്കുകയാണ് രണ്ടും അവള് തന്നെ തിന്നുകയാണ് എന്നൊരു ഫീൽ അമ്മക്ക് വരുന്നു. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തത്? ആ 2 ആപ്പിളും ആ മകൾ കടിച്ചപ്പോ അമ്മക്ക് എന്തായിരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവുക എന്നാണ് നിങ്ങളുടെ അഭിപ്രായം? അത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കുമോ? നല്ലത് തരാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യാണെന്നുള്ളത് അതെങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി, നല്ലതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, മറ്റെന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടാവും ഈ പറഞ്ഞതല്ലാത്ത? അമ്മ മോള് 1 എണ്ണം തന്നെ ഇങ്ങനെ കടിച്ചു, അമ്മ തെറ്റിദ്ധരിച്ചേക്ക 2 എണ്ണം കടിച്ചു. അങ്ങനെ തെറ്റിദ്ധരിച്ചതായിരിക്കും. ഓക്കെ, വേറെ എന്തെങ്കിലും? നല്ലത് നോക്കിയിട്ട് അമ്മക്ക് കൊടുക്കാനായിരിക്കും. നല്ലത് നോക്കിയിട്ട് അമ്മക്ക് കൊടുക്കാനായിരിക്കും. ഓക്കെ, എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണല്ലോ പറയണേ. അപ്പൊ ഈ അസിസർ പറയൂ. 2ന്റെയും ടേസ്റ്റിനെ കുറിച്ചിട്ടുള്ള മകളുടെ ആകാംക്ഷയാണ് അത് 2ഉം കടിക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. ഓക്കെ, വെരി ഗുഡ്. ആ ഒരു ക്യൂരിയോസിറ്റിയാണ്. അമ്മമാർ കുറെ കാലമായിരുന്നു സാറിന്റെ കൂടെ, ഞങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, മോർ പവർട്ടി. അപ്പൊ ഈ കുട്ടി ചെയ്തതും അത് തന്നെയാണ്. അതായത് 2ന്റെയും രുചി അറിഞ്ഞ് ഏറ്റവും മധുരമുള്ളത് അമ്മയ്ക്ക് തിരികെ കൊടുത്തു. അപ്പൊ അവിടെ കുട്ടി പ്രത്യക്ഷത്തിൽ ചെയ്തത് 2ഉം കുട്ടി തന്നെ തിന്നാനുള്ള ഒരു പ്രേരണയാണ്. നമ്മൾ പുറത്തു നിന്ന് നോക്കി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവാം, അല്ലെങ്കിൽ ആ കുട്ടി തന്നെ 2ഉം കഴിക്കുകയാണ് എന്നുള്ളൊരു തോന്നലായിരിക്കും അധികം ആളുകൾക്കും വരാം. അതേസമയം അതിന്റെ രുചി എന്താണ്? അതിലേറ്റവും നല്ലത് എൻ്റെ അമ്മയ്ക്ക് സമ്മാനിക്കണമെന്ന് ആ കുട്ടി തീരുമാനിച്ചു. അമ്മ തന്നെ യഥാർത്ഥത്തിൽ അവിടെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, പലതും നമ്മൾ പുറത്തു നിന്ന് കാണുന്നത് പോലെ ആയിരിക്കില്ല. അപ്പൊ അവിടെ ആ കുട്ടിയുടെ ഇന്റൻഷൻ എന്താണ്? ഏറ്റവും നല്ലത് സമ്മാനിക്കണം, ഏറ്റവും നല്ലത് കൊടുക്കണം. അവിടെ കുട്ടി കടിച്ചു എന്നുള്ളത് ശരിയാണ്. അത് മകളുടെയും അമ്മയുടെയും ഇടയിൽ അതൊരു വലിയൊരു പ്രശ്നമായി കൊള്ളുന്നില്ല. അപ്പൊ ഏറ്റവും നല്ലത് സമ്മാനിക്കാൻ, അപ്പൊ ഏറ്റവും നല്ലത് കൊടുക്കുക എന്ന വലിയൊരു പാഠമാണ് ആ കുട്ടി നമ്മളെ അതിൽ നിന്ന് പഠിപ്പിക്കുന്നത്. അപ്പൊ ഏറ്റവും നല്ലത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഏറ്റവും നല്ലത് കൊടുക്കുക എന്ന ഒരു പാഠമാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആളുകളുമായിട്ട് നമ്മൾ ഇടപഴകുന്ന സമയത്ത് നല്ല രീതിയിൽ ഏറ്റവും നന്നായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്താണോ അത് നമ്മൾ കൊടുക്കുക. 2ാമത്തെ വശം എന്ന് പറയുന്നത്, നമ്മൾ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് അത് പലപ്പോഴും ശരിയായി കൊള്ളണമെന്നില്ല, ചിലപ്പോൾ തെറ്റിപ്പോവാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ നമ്മൾ കവറ് കണ്ടൊരു ബുക്കിനെ വിലയിരുത്തരുത് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അതിന്റെ ഉള്ളടക്കം എന്താണെന്നുള്ളത് നമുക്കറിയാതെ കവറ് കണ്ട് മാത്രം നമുക്ക് ബുക്കിനെ വിലയിരുത്താൻ കഴിയില്ല. അപ്പൊ ഓരോ വ്യക്തിയും അതുപോലെ തന്നെയാണ്.
അവരുടെ കവർ കണ്ടിട്ട് അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സോ അല്ലെങ്കിൽ പുറമോടിയോ കണ്ടിട്ടോ അല്ല നമ്മൾ വിലയിരുത്തേണ്ടത്. നമുക്ക് ആ ആളുകളുമായിട്ട് നമ്മൾ ഇടപഴകുകയും നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്താണോ അത് ഏറ്റവും മികച്ച രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ദൃഢമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ നമുക്ക് സൃഷ്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അവിടെയാണ് അത്തരത്തിൽ നമുക്കൊന്ന് നാം കൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയും, രണ്ട് നമ്മൾ വിലയിരുത്തുമ്പോൾ സിറ്റുവേഷനെ മാത്രം നോക്കിയിട്ട് അല്ലെങ്കിൽ സാഹചര്യങ്ങളെ മാത്രം നോക്കിയിട്ട് നമ്മൾ വിലയിരുത്തുന്നതിന് പകരം ഓരോ വ്യക്തിയും നമ്മൾ പഠിച്ച് മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ട് അവരുമായിട്ട് നല്ല ബന്ധമുണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന 10 കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവെക്കാനായിട്ട് പോകുന്നത്. 10 ചിലപ്പോൾ ഇന്ന് പറയാൻ സമയം ഉണ്ടായിക്കൊള്ളുന്നില്ല, സമയത്തിനനുസരിച്ച് നമുക്ക് പറയാം. ഇത് നമ്മൾക്ക് ഈ ഒരു സംഭവം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ ഇത് ചിലപ്പം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കാം, ഇതൊക്കെ നമ്മൾ കേട്ടതാണ് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും. പക്ഷെ ഇത് പ്രാക്ടിക്കൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരുടെയും ലൈഫിൽ പ്രാക്ടിക്കൽ ആകും, ചില ആളുകളത് ആയിരിക്കില്ല. ഞാനിത് പറയുന്നത് ഈ കേൾക്കുന്ന ആളുകൾ ഇത് ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പം അത് ഒരു തലക്കടിക്കുന്ന പോലെയാണ് ഞാൻ ഇത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, എന്നോടും നിങ്ങളോടും എല്ലാവരോടും. അപ്പൊ ഇത് നമ്മള് പ്രാക്ടിക്കലി ചെയ്ത് നമ്മളുടെ സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് മാറുകയാണെങ്കിൽ നമ്മളുമായിട്ട് ആൾക്കാർക്ക് അടുപ്പം വരാനും അടുക്കാനും നമ്മളുടെ എനർജി മറ്റുള്ളവരിലേക്ക് കൊടുക്കാനും ഒക്കെയുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള വ്യക്തിയായിട്ട് നമുക്ക് മാറാനായിട്ട് എന്ത് ചെയ്യും സാധിക്കും എന്നുള്ളതാണ്. ഒന്ന്, നമ്മൾ ജെന്യൂൻ ആയിട്ട് നമ്മൾ പുഞ്ചിരിക്കുക. കാര്യം ഇന്ന് ആളുകളെല്ലാവരും ഇപ്പൊ നമ്മളൊരു ലിഫ്റ്റിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ചില ആളുകളൊക്കെ മൊബൈലിലായിരിക്കും, ചില ആളുകൾക്ക് എങ്ങോട്ടോ നോക്കി ഇരിക്കുന്നുണ്ടാവും. ഒന്ന് പുഞ്ചിരിക്കുകയോ പരിചയപ്പെടുകയൊന്നും ചിലപ്പോൾ ചെയ്യാനുള്ള സാധ്യതകൾ കുറവാണ്. അതേപോലെ തന്നെ നമ്മളിപ്പോ ഒരു ഹോട്ടലിൽ ഇരിക്കുകയാണ്, ഡൈനിങ് ടേബിൾ നമ്മൾ ഷെയർ ചെയ്യുന്നു, ഒരാളായിട്ട് ടേബിൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ ആ ആളോട് ചിലപ്പോൾ നമ്മൾ പുഞ്ചിരിക്കുകയോ സംസാരിക്കുകയോ ഒന്നുമില്ല. നമ്മളൊരു ട്രെയിനിൽ യാത്ര പോവുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ എങ്ങോട്ടൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടാവും, എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ടാവും. നമ്മുടെ അടുത്തുള്ള ആളോട് ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് ചിരിക്കുകയോ പുഞ്ചിരിക്കുകയോ ഒന്നും ചെയ്യുന്ന സാഹചര്യം കുറവായിരിക്കും. മീൻസ് ഞാൻ പറയണത് ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ല. അപ്പൊ നമുക്ക് ഒരാളായിട്ട് കണക്ട് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു വാതിലാണ് പുഞ്ചിരിക്കുക എന്ന് പറയുന്നത്. ആ പുഞ്ചിരി നമ്മുടെ മുഖത്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ, അത് ഒരു സ്ഥായി ഭാവമാക്കിയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള റിലേഷൻഷിപ്സ് നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ ഇനി ലിഫ്റ്റിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആളുകളായിട്ടൊന്ന് ജസ്റ്റ് സംസാരിച്ചു നോക്കി, ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ ശ്രമിച്ചു നോക്കി. നിങ്ങളൊരു ടേബിളിൽ ഷെയറിങ്, നിങ്ങൾ ഹോട്ടലിലോ മറ്റൊക്കെ പോകുമ്പോൾ മറ്റൊരാൾ അടുത്തിരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് സംസാരിക്കാനായിട്ട് ഒന്ന് താല്പര്യം കാണിച്ചു നോക്കി. അപ്പൊ ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിൽ നമുക്ക് ആളുകളുമായിട്ട് കണക്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകും. അപ്പൊ നമ്മുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടെങ്കിൽ ആളുകൾക്ക് അപ്രോച്ചബിൾ ആണ് ഇയാൾ എന്നുള്ള ഒരു ഫീൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത് നമ്മൾ പലപ്പോഴും ഇത് അറിഞ്ഞതാണ്, പക്ഷെ ഇത് പ്രാക്ടിക്കലി നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളൊരു ആത്മപരിശോധന ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കുക. നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമ്മളത് ചെയ്യുന്നുണ്ടോ. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് യഥാർത്ഥത്തിൽ ആ ചിരിക്കുന്ന ആൾക്കാണ്. ഏറ്റവും വലിയ ഗുണഭോക്താവ് ആ ചിരിക്കുന്ന ആളാണ്. ഓപ്പോസിറ്റുള്ള ആൾക്ക് അതിന്റെ ഒരു ഗുണം കിട്ടുന്നുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. അതേസമയം ആ ചിരിക്കുന്നതിലൂടെ സന്തോഷത്തിന്റെ ഹോർമോൺസുകൾ പ്രൊഡ്യൂസ് ചെയ്യാനും നല്ല ഒരു മൂഡിലേക്ക് പോകാനും സഹായിക്കുന്ന ഒരു എക്സസൈസ് കൂടിയാണ് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ പുഞ്ചിരിക്കുക, മറ്റുള്ളവരോട് പുഞ്ചിരിക്കുക. മുഖത്തൊരു പുഞ്ചിരി വിടർത്തിയിട്ടുള്ള ഒരു മുഖമാക്കിയിട്ട് നമ്മൾ മുഖത്തെ മാറ്റുന്ന സമയത്ത് ആളുകൾക്ക് അത് കൂടുതൽ സ്വീകാര്യയോഗ്യനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിലൂടെ നമുക്ക് നല്ല ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം പേരുകൾ ഓർക്കുക എന്നുള്ളതാണ്. ഇതിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഉദാഹരണം, നമ്മുടെ ആയിഷ സപ്ന മാം വന്ന സമയത്ത് നമ്മുടെ ആളുകൾ സംസാരിക്കുന്ന സമയത്ത് അവരുടെ പേരുകൾ പറഞ്ഞുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. അവർ പക്ഷെ ആദ്യമായിട്ടാണ് അവർക്ക് നമ്മളെ പേരുകൾ കേൾക്കുന്നുണ്ടാവാം. പക്ഷെ നമ്മൾ അത് പറയുമ്പോഴും നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്തും അവരത് ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ആ പേരുകൾ പറഞ്ഞുകൊണ്ടാണ് അവർ സംസാരിച്ചത്. നമുക്ക് എത്ര ഹൃദ്യമായിട്ട് തോന്നി. ഓരോരുത്തർ ചോദിച്ച സമയത്ത് അവരുടെ പേര് പറഞ്ഞുകൊണ്ടാണ്
ആയിഷ സഫ്ന മാം എന്ത് ചെയ്തത് സംസാരിച്ചിട്ടുള്ളത്. അപ്പം അവരിത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം പേര് ഓർത്തു വെക്കുക. നിങ്ങൾ ഒരാളുമായിട്ട് ഇടപഴകുന്ന സമയത്ത് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പദം എന്ന് പറയുന്നത് അവരുടെ പേരാണ്. ആ പേരിനെ നിങ്ങൾ നിരന്തര തവണ ഇപ്പൊ ചിലപ്പം ചില ഗസ്റ്റുകൾ വന്നു കഴിഞ്ഞാല് ഇപ്പം എന്റെ പേര് പോലും പറയാത്ത ഗസ്റ്റുകൾ ഉണ്ടാവും. എന്നാൽ ആയിഷ സഫ്ന മാം നിരവധി വർഷത്തെ പരിചയമുള്ള ഒരാളെ പോലെ, പേരറിയാവുന്ന ഒരാളെ പോലെ അവരെന്ത് ചെയ്തു, പേരെടുത്ത് വിളിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന സന്തോഷം എന്ന് പറയുന്നത് അത് വലുതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഒരാളെ പരിചയപ്പെട്ടാൽ അല്ലെ ഒരാളുമായിട്ട് നമ്മൾ ഇടപഴകൽ നടത്തുന്ന സമയത്ത് അവരുടെ പേര് ഓർത്തു വെക്കുക. പേര് ഓർത്ത് വെക്കുക എന്ന് പറയുന്നത് വലിയൊരു ഹിമാലയൻ ടാസ്ക് ഒന്നുമല്ല. ശ്രദ്ധിച്ചാൽ മാത്രം മതി. നമുക്കൊരാളുടെ പേര് നമ്മൾ ജസ്റ്റ് ചോദിക്കും. ഈ പേര് ചോദിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ഒരു നടപടിക്രമം എന്ന് പറഞ്ഞാൽ സംസാരം തുടങ്ങാനുള്ള ഒരു ചെറിയൊരു ഓപ്പണിംഗ് ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെ വിശേഷം, പേരെന്താണ് എന്നൊക്കെ ചോദിക്കുന്നത് ജസ്റ്റ് ഒരു ഓപ്പണിംഗ് ക്വസ്റ്റ്യൻ ആണ്. അത് പേരറിയാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ സംസാരം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പണറാണ്. നമ്മളിപ്പോ സോഡയൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നത് പോലെ, പിന്നെ ഒരു ചെറിയ സാധനം ഉണ്ടാവുമല്ലോ, അത് ഉപയോഗിക്കുന്നത് പോലെ നമ്മൾ ജസ്റ്റ് ഒരു ഓപ്പണിങ്ങിന് വേണ്ടിയിട്ടാണ് പേര് ചോദിക്കുന്നത്. അതിന് പകരം പേര് ചോദിക്കുന്ന സമയത്ത് എനിക്ക് ആ പേര് ഓർത്തു വെക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടെ ഒന്ന് നിങ്ങൾ ശ്രമിച്ചു നോക്കിയാൽ മതി. കുറച്ച് ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് പേര് തിരിച്ചു പറയാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ഓരോരുത്തരെയും നമ്മളിപ്പം പറയുന്ന സമയത്തും സംസാരിക്കുന്ന സമയത്തൊക്കെ പേര് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ആ വ്യക്തിയിൽ വലിയ തോതിലുള്ള ചലനം ഉണ്ടാക്കിയെടുക്കാനും ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ വലിയ കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കാനും തീർച്ചയായിട്ടും അത് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ നമ്മുടെ പേരുകൾ ഓർത്തു വെക്കുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കാണ് എന്നുള്ളതാണ്. ഇപ്പം പിന്നെ ഉമ്മൻചാണ്ടി സാറിനെ പറ്റിയൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. പ്രാദേശികമായിട്ടുള്ള നേതാക്കളെ പോലും അദ്ദേഹം പേര് ചൊല്ലി വിളിക്കും, പേര് ചൊല്ലിയിട്ട് സംസാരിക്കും. അപ്പൊ ആ രീതിയിൽ ഓർത്തു വെക്കാനുള്ള ഒരു പ്രാക്ടീസ് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. അതേപോലെ ഞാൻ പറയുന്നത്, നമ്മളുടെ സർക്കിൾ എങ്ങനെയാണോ, നമ്മളുടെ സർക്കിൾ ഏതാണോ ആ സർക്കിളിലുള്ള ആളുകളുമായിട്ട് കണക്ട് ചെയ്യാൻ നമ്മൾ പേരുകൾ, അവരുടെ പേരുകൾ ഓർത്തു വെക്കുക. ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ പറയുക. ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് എന്ത് ചെയ്യും, ഓർത്തു വെക്കാൻ പറ്റുകയും പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യമുള്ള ഒരു ഘട്ടത്തിൽ നമുക്ക് അത് ഉപയോഗപ്പെടുത്താനും എന്ത് ചെയ്യും, സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ പേര് ഓർത്തു വെക്കുക എന്ന് പറയുന്നതും പേര് ഇടയ്ക്കിടയ്ക്ക് പറയാ എന്ന് പറയുന്നതും നമുക്ക് ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇന്നലെ നമ്മൾ ലിസണിങ്ങിനെ കുറിച്ച് പറഞ്ഞു. മൂന്നാമതൊരു കാര്യം എന്ന് പറഞ്ഞത് ലിസണിങ് തന്നെയാണ്. അതായത് നമ്മൾ ശ്രദ്ധാപൂർവം കേൾക്കുക, ആളുകളെ ശ്രദ്ധാപൂർവം കേൾക്കുക, അവരുടെ വികാരത്തെ അറിയുക. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ഇന്നലെ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. ഇതൊരു ടെക്നിക്ക് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. അവരെന്താണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ യഥാർത്ഥത്തിൽ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ വ്യക്തിയുടെ ഉള്ളിലും ഒരു ഇന്റേണൽ റെപ്രസെന്റേഷൻ ഉണ്ട്. ഓരോ കാര്യത്തെക്കുറിച്ചും ഒരു ഇന്റേണൽ റെപ്രസെന്റേഷൻ ഉണ്ട്. നമ്മളൊരു കാര്യം കേൾക്കുന്ന സമയത്ത് നമ്മുടേതായ രീതിയിൽ നമ്മൾ അത് മനസ്സിലാക്കും. ഇപ്പൊ KSRTC ബസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഒരു ചിത്രം വന്നിട്ടുണ്ടോ? എന്തൊക്കെ ചിത്രങ്ങളാണ് വന്നിട്ടുള്ളത് എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാമോ? KSRTC ബസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്നത് എന്താണ് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാമോ? അത് നിങ്ങൾ കണ്ടതും നിങ്ങൾ കേട്ടതും നിങ്ങൾ അനുഭവിച്ചതുമായ പല കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ആ ചിത്രം വരുന്നുണ്ടാവാം. ചിലപ്പം അതൊരു പോസിറ്റീവായിട്ട്, ഓക്കെ, വെരി ഗുഡ് മാം ഫാത്തിമ മാം. ഒരു റെഡ് കളറാണ്, മൊഞ്ചില്ലാത്ത ബസ്സാണ്, ഓക്കെ. പിന്നെ അങ്ങനെ പലതരത്തിലുള്ള ചിത്രങ്ങളാണ് വന്നിട്ടുള്ളത്. കാരണം എന്താ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു ചിത്രം രൂപപ്പെട്ടു വരും. ഏതൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ കേൾക്കുമ്പോഴും ഏതൊരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ചിത്രം വരും. ലേഡീസിന് ഫ്രീ ആണ്, വലിയ ബസ്സാണ്, അങ്ങനെയുള്ള പലതരത്തിലുള്ള ചിത്രങ്ങളാണ് നിങ്ങൾക്ക് ഇപ്പൊ വന്നു ചേർന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളൊരു കാര്യം കേൾക്കുമ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് കിട്ടും. പല ചിത്രങ്ങൾ, അതങ്ങനെ ആയിരിക്കും, അതിങ്ങനെ ആയിരിക്കും, അത് ഈ രൂപത്തിലായിരിക്കും എന്ന ഒരു ഇമേജ് നമ്മുടെ ഉള്ളിൽ തന്നെ ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധാപൂർവം കേൾക്കുമ്പോൾ ആ വ്യക്തിയെ കേൾക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഇന്റേണൽ റെപ്രസെന്റേഷന് നല്ല രീതിയിലേക്ക്
പോസിറ്റീവാക്കി മാറ്റിയെടുക്കാൻ അത് സഹായകരമായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് നമ്മൾക്ക് പുതിയ ഇൻഫർമേഷൻ കിട്ടും, ആ വ്യക്തിയെ മനസ്സിലാക്കാനായിട്ട് പറ്റും, ആ വ്യക്തിയുമായിട്ട് അടുപ്പം ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ആ രീതിയിൽ വിവിധ തരത്തിലുള്ള റിസൾട്ടുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ശ്രദ്ധാപൂർവം കേൾക്കുക എന്ന് പറയുന്നത്. നമ്മളിപ്പം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കേൾക്കുന്നത് അവർക്ക് എന്തെങ്കിലും മറുപടി പറയാൻ മാത്രമായിട്ട് കേൾക്കുന്ന ആളുകളെ പോലെ നമ്മളായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ആരൊക്കെയാണ് നമ്മൾ കേൾക്കേണ്ടത്, ആ കേൾക്കുന്ന ആളുകളെ പൂർണ്ണമായിട്ടും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ ശ്രദ്ധയോടുകൂടെ നമ്മൾ കേൾക്കുന്നത് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമാക്കി മാറ്റിക്കഴിഞ്ഞാൽ നമ്മളിലേക്ക് ആളുകൾ കൂടുതലായിട്ട് അപ്രോച്ച് ചെയ്യും എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് അഭിനന്ദിക്കാം. ഇടയ്ക്കിടയ്ക്ക് അഭിനന്ദിക്കുക എന്ന് പറയുന്നത് നാക്ക് കൊണ്ടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഹൃദയം കൊണ്ട് അഭിനന്ദിക്കുക. ജെന്യൂൻ ആയിട്ടുള്ള രീതിയിൽ, സത്യസന്ധമായിട്ടുള്ള രീതിയിൽ, മുഖസ്തുതി പറയാതെ അഭിനന്ദിക്കുക. ചില ആളുകൾ അത് തെറ്റിദ്ധരിക്കുന്നുണ്ട്. മുഖസ്തുതി പറയുക എന്നുള്ളതാണ് അതില് പിന്നെ അഭിനന്ദനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഈ മുഖസ്തുതി പറയുക എന്ന് പറയുന്നത് സ്വാർത്ഥത അതിന്റെ പിന്നിലുണ്ട്. എന്തോ ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ല എന്തോ ഒരു കാര്യലാഭത്തിന് വേണ്ടിയിട്ട് മുഖസ്തുതി പറഞ്ഞുകൊണ്ട് ആ വ്യക്തിയുമായിട്ട് ഒരു അടുപ്പം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. അത് എല്ലാവർക്കും മനസ്സിലാവും, ഇത് മുഖസ്തുതിയാണോ അതല്ല ജെന്യൂൻ ആയിട്ടുള്ള അഭിനന്ദനമാണോ എന്നുള്ളത്. അപ്പൊ ഞാൻ ഇവിടെ പറയുന്നത്, ജെന്യൂൻ ആയിട്ടുള്ള അഭിനന്ദനം നമ്മൾ നൽകുന്ന രീതി നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് മാറാം. അതായത് നമുക്ക് എവിടെയെങ്കിലും ഒരു സാധ്യത കിട്ടിക്കഴിഞ്ഞാൽ, എവിടെയെങ്കിലും ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, അവിടെ അഭിനന്ദിക്കുന്ന ഒരു രീതി നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമാക്കിയിട്ട് മാറ്റാം. ഇത് കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നതല്ല. ഇത് ചിലപ്പോൾ നമ്മൾ ഇത് ശീലമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് തുടങ്ങാനായിട്ട് ചിലപ്പോൾ കുറച്ച് കാലം നമ്മൾ കൃത്രിമമായിട്ട് പറയേണ്ടതായിട്ട് വരും. പക്ഷെ പിന്നെ അത് പറഞ്ഞ് നമുക്കത് നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് മാറാൻ പറ്റും. അപ്പൊ ഇവിടെ അഭിനന്ദിക്കുക എന്ന് പറയുന്നതിലൂടെ വലിയൊരു കാര്യം നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അഭിനന്ദനം ലഭിക്കുന്ന ആൾക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷെ അതിനേക്കാൾ ഏറെ ഗുണം നമുക്ക് കിട്ടുന്ന ഒരു കാര്യമുണ്ട്. എന്തെന്നറിയോ? അതായത് നമ്മളുടെ ഫോക്കസ് പോസിറ്റീവിലേക്ക് ആയി മാറുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ശ്രദ്ധ പോസിറ്റീവിലേക്കായി മാറുമ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ നോക്കുന്നത് നന്മയിലേക്കാണ്, നമ്മൾ നോക്കുന്നത് നല്ല കാര്യത്തിലേക്കാണ്. നമ്മുടെ ഓറിയന്റേഷൻ പതിയെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാനും മനസ്സിലാക്കാനുമുള്ള കാര്യമാക്കിയിട്ട് നമ്മൾ അത് എന്ത് ചെയ്യും, മാറ്റും. ഇങ്ങനെയുള്ള ആളുകൾ, ഈ അഭിനന്ദനം നന്നായിട്ട് ജെന്യൂൻ ആയിട്ട് കൊടുക്കുന്ന ആളുകൾ കുറ്റം പറയുന്നത് കുറവായിരിക്കും. യെസ് ഓർ നോ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. നന്നായിട്ട് ജെന്യൂൻ ആയിട്ട് ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്ന ആളുകൾ അവര് കുറ്റം പറയുന്നത് കുറവായിരിക്കും. കാരണം എന്താ? അവരുടെ ഓറിയന്റേഷൻ കുറ്റത്തിലേക്കല്ല, കുറവിലേക്കല്ല. അപ്പൊ ഇതൊക്കെ വലിയ ബെനിഫിറ്റ് നമ്മൾ ആ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കാണ് ചെയ്യുന്നത്. നിങ്ങൾ നന്മയിലേക്ക് നോക്കൂ, നിങ്ങൾ നല്ലതിലേക്ക് നോക്കൂ, നിങ്ങൾ പോസിറ്റീവായ കാര്യത്തിലേക്ക് നോക്കൂ എന്നുള്ള ഒരു ഓറിയന്റേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു പ്രാക്ടീസാണ് ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ആ അഭിനന്ദനത്തിന്റെ രീതി നമ്മൾ എപ്പോഴും എന്തെങ്കിലും ഒരു അവസരം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അഭിനന്ദിക്കുന്ന രീതി നമ്മളിൽ തന്നെയാണ് കൂടുതൽ റിഫ്ലക്ഷൻസ് ഉണ്ടാക്കുന്നത്. നമ്മുടെ പോസിറ്റീവായിട്ട് കാണാനും നമുക്ക് അതേപോലെ തന്നെ നന്മകളെ കാണാനും ഒക്കെയുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമുക്ക് എത്താനും സഹായിക്കുന്നതാണ്. അപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ അത് ഒന്നും കൂടെ ഉജ്ജ്വലമായിട്ട് പ്രാക്ടീസ് ചെയ്യുക, ഇല്ലാത്ത ആളുകൾ അത് തുടങ്ങാനായിട്ട് ശ്രമിക്കുകയും ചെയ്യാം. ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആളുകളുമായിട്ട് നല്ല ഒരു അടുപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഓർത്തു വെക്കുന്ന ചില വാക്കുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള അഭിനന്ദന വാക്കുകൾ, ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അത്തരം വാക്കുകൾ നിങ്ങൾ ഇപ്പോഴും മനസ്സിൽ ഓർത്തു വെക്കുന്ന വാക്കുകൾ ഉണ്ടാവും. എന്റെ ചോദ്യം നേരെ തിരിച്ചാണ്, നിങ്ങൾ എത്ര പേർക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും? ഈ കാര്യം പറയുന്ന സമയത്ത് നിങ്ങൾ അഭിനന്ദിച്ചതായിട്ട് എത്ര ആളുകൾ നിങ്ങളുടെ മുഖം അവർ ഓർക്കുന്നുണ്ടാകുമെന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ ഓർക്കുന്ന ആളുകളുടെ എണ്ണത്തെ വർദ്ധിപ്പിക്കുക, ഓർക്കുന്ന ആളുകളുടെ എണ്ണത്തെ വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ജെന്യൂൻ ആയിട്ട്, സത്യസന്ധമായിട്ട്, ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്ന ഒരു രീതി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ബന്ധങ്ങള്
കൂടുതൽ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പ്രോമിസ് ചെയ്താൽ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കമ്മിറ്റ് ചെയ്താൽ അത് പാലിക്കാനുള്ള ശ്രമം നടത്തുക. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തു കൊടുക്കാം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ടെങ്കിൽ അത് പരമാവധി നമ്മൾ എന്ത് ചെയ്യുക, സമയബന്ധിതമായിട്ടും പരമാവധി ചെയ്യാൻ പറ്റുന്ന അത്രയും നമ്മൾ ചെയ്തു കൊടുക്കുക. ഇനി ചെയ്യാൻ കഴിയില്ലെങ്കിൽ അത് കഴിയില്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അറിയിക്കുക. അപ്പം വാക്കുകൾ പാലിക്കാനുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതും ബന്ധങ്ങൾ നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. അതായത് വാക്കുകൾ പാലിക്കുക എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരാളുമായിട്ടുള്ള ധാരണ പ്രകാരമുള്ള കാര്യങ്ങൾ ഉണ്ടാവും. പല ആളുകളുമായിട്ട് നമ്മൾ ഇടപഴകൽ നടത്തുമ്പോൾ അവിടെ ഞാൻ 10 മണിക്ക് ഞാൻ അവിടെ വരും, അല്ലെങ്കിൽ 10 മണിക്ക് ഞാൻ അവിടെ ഉണ്ടാകും, അല്ലെങ്കിൽ ഞാൻ 10 മണിക്ക് ഇന്ന സ്ഥലത്ത് വരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 10 മണിക്ക് അവിടെ നമ്മൾ എത്തണം. ഇനി മനുഷ്യന്മാരാണ്, നമുക്ക് സ്വാഭാവികമായിട്ട് എന്തെങ്കിലുമൊക്കെ ഡിലേയോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അത് അവരെ ഇൻഫോം ചെയ്യണം. ഒരു 1/4 മണിക്കൂർ ഞാൻ ലേറ്റ് ആവും, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഞാൻ വൈകാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നുള്ളത് 10 മണിയാകുമ്പോൾ അല്ല വിളിച്ചു പറയുന്നത്, 10 മണിക്ക് മുമ്പേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, വിളിച്ചു പറയുകയോ ഇൻഫോം ചെയ്യുകയോ വേണം. അപ്പൊ അങ്ങനെ തുടങ്ങി ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങി വലിയ വാക്ക് പാലിക്കുന്ന രീതികളിൽ വരെ നമ്മൾ ഇടപെടൽ നടത്തുന്ന സമയത്ത് അവിടെ നമുക്ക് പരമാവധി അത് പാലിക്കാനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ബന്ധങ്ങൾ നമുക്ക് സൃഷ്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇനി എന്തെങ്കിലും ഇൻ കേസ് നമുക്ക് പാലിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് ആ വ്യക്തികളോട് വളരെ വ്യക്തമായിട്ട് പറയാനും അത് അവരെ ബോധ്യപ്പെടുത്താനും ഉള്ള ഒരു ശ്രമം കൂടി നമ്മൾ നടത്തും. ഇന്ന സംഗതികൾ കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചു പോയത്, അതിൽ നിങ്ങൾ ക്ഷമിക്കണം എന്ന രീതിയിൽ നമ്മൾ പറയാനുള്ള ഒരു മടിയും നമുക്ക് ഉണ്ടാവേണ്ടതായിട്ടില്ല. അപ്പൊ ആ അർത്ഥത്തിൽ അങ്ങനെ വ്യക്തികളുമായിട്ട് നമുക്ക് വാക്ക് പാലിക്കുന്നതിലൂടെയും നല്ല കണക്ഷൻസും നല്ല റിലേഷൻഷിപ്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. അയാൾ പറഞ്ഞാൽ അത് ചെയ്യുന്ന ഒരാളാണ്, അയാൾ ഏറ്റെടുത്താൽ അത് നടപ്പിലാക്കുന്ന ഒരാളാണ് എന്ന ഒരു ഇമേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരമാവധി ശ്രമം നടത്തുന്നതും നമുക്ക് നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ അത് സഹായകരമായിട്ട് മാറും. ഇപ്പൊ ഇന്ന് 5 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത്, നമ്മൾ ആത്മാർത്ഥമായിട്ട് പുഞ്ചിരിക്കുക. ആളുകളുടെ മുഖത്ത് നോക്കിയിട്ട് ആത്മാർത്ഥമായിട്ട് പുഞ്ചിരിക്കുക. നമ്മൾ ആളുകളുടെ പേരുകൾ ഓർത്തു വെക്കുക, പേരുകൾ ചൊല്ലി സംസാരിക്കുക, പേരുകൾ വിളിച്ച് സംസാരിക്കുക. അതേപോലെ തന്നെ നമ്മൾ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യുക, നന്നായിട്ട് അഭിനന്ദിക്കുക, അതേപോലെ തന്നെ വാക്കുകൾ പാലിക്കുക. ഈ 5 കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ബോധപൂർവമായിട്ടുള്ള ശ്രമം നടത്തുന്ന സമയത്ത് നമുക്ക് ഏറ്റവും നന്നായിട്ടുള്ള രീതിയിൽ നമുക്ക് ആളുകളുമായിട്ട് ഇടപഴകൽ നടത്താനും നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മികച്ച വ്യക്തികളായിട്ടും നല്ല കണക്ഷൻസ് ഉള്ള ആളുകളുമായിട്ടും നിങ്ങളെ ഓർക്കുന്ന തരത്തിലുള്ള നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്നും കൂടി ഈ അവസരത്തിൽ പറയുന്നു. എല്ലാവർക്കും ഈ സെഷൻ കേട്ട എല്ലാവർക്കും നന്ദി പറയുന്നു. മോർ പവർ ടു യു ഓൾ. താങ്ക് യു വെരി മച്ച്. നാളെ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗം